Cold-based electrolytic method, the sodium salt of the carboxylic acid is subject to electrolysis. So during electrolysis, what happens is the cation, the common of course iodine in aqueous solution, sodium salt of carboxylic acid is converted into sodium ions, cations, and the carboxylate ions, the anions move towards the anode, and cations move towards the cathode. At the anode, we can see it is always a oxidation reaction, that is a losing of electron. So the carboxylate ion loses one electron and is converted into carboxyl free radical. The carboxyl free radical is R, C, O. Isn't it? So we can see, yes. What happens is, this is converted into that tomorrow. Yes. Carbon dioxide. ഇവിടെയുള്ള ഇലക്ട്രോൺ ഒന്ന് ഇങ്ങോട്ടും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും വരും. നമുക്കറിയാം ഈ ഹാഫ് എയറോ വരത്തേര് നിങ്ങൾക്കറിയാം ഹാഫ് എയറോ വരത്തേര് ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് എ വൺ ഇലക്ട്രോൺ ആൻഡ് ഇഫ് എ ഫുൾ എയറോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ കേർവ്ഡ് എയറോ വളഞ്ഞ എയറോ ഫുൾ എയറോ മാർക്ക് ഇട്ടാൽ രണ്ട് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാണിക്കും, ഹാഫ് എയറോ ഇട്ടാൽ ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാണിക്കും. സോ ഇത് ആർ സി ഒയിൽ നിന്ന് ശ്രദ്ധിക്കുക ഇവിടെയുള്ള ആ ഇലക്ട്രോൺ ഇത് ആർ സി ഒ ശ്രദ്ധിക്കുക ആർ സി ഒ ഓ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ഇലക്ട്രോൺ ഇവിടെ എന്തുണ്ട് ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ, ഈ ബോണ്ട് രണ്ട് ഇലക്ട്രോൺ ആണ്, ഞാൻ പറഞ്ഞ രണ്ട് ഇലക്ട്രോൺ ആയിട്ട് കാണിക്കുന്നത് ഒരു ബോണ്ടാണ്. യെസ് ഇതിന്റെ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും വന്നാൽ ഇവിടെ രണ്ട് ഇലക്ട്രോൺ ആയി, ഒരു ഫുൾ ബോണ്ടായി, രണ്ട് ഇലക്ട്രോൺ വന്നാൽ ഒരു ബോണ്ടായി, ഒരു പെയറായി. സോ ദിസ് ഈസ് ഇപ്പൊ എന്തായി മാറിയത് ഈ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടാണ്, ഒരു ബോണ്ട് നേരത്തെ ഉണ്ട്, രണ്ട് ഇലക്ട്രോൺ വന്നാൽ വേറൊരു ബോണ്ടായി, ഇതെന്തായി ഇതൊരു ഫ്രീ മോളിക്യൂൾ ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് നമുക്കിവിടെ കാണിക്കാം. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു ആർ എന്തായി ആർ ഫ്രീ റാഡിക്കലായി. ഈ ആർ രണ്ട് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ബാക്കി ദാറ്റ് ഈസ് പ്ലസ് CO2. Carbon dioxide is removed. And the remaining thing is R. This R free radical will combine with another R free radical to form as RR. That is a alkane. രണ്ടും കൂടി ചേർന്ന് ഈ രണ്ട് ഇലക്ട്രോൺ കൂടി ഉപയോഗിച്ച് ഒരു ബോണ്ട് ആക്കി അത് RR എന്നുള്ള ആൽക്കെയ്ൻ ആയി മാറും. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. Okay, all these reactions takes place at the anode, and you can see that at the cathode reaction is reduction, that is addition of ഇവിടുന്ന് പോയ ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്യും? Yes, Na plus electron will give Na, and Na will react with H2O forming NaOH plus H. അതാണ് നമ്മൾ നേരത്തെ കണ്ട NaOH H2. അപ്പോഴേ ആനോഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും, കാത്തോഡിൽ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. ആനോഡിൽ വേറെ ഇവോൾവ് ചെയ്യുക ആൽക്കെയിൻ ഉണ്ടാവും, കാത്തോഡില് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ രണ്ട് സാധനം ആനോഡിലുണ്ടാവും, രണ്ട് സാധനം കാത്തോഡിലുണ്ടാവും. ഇത് ഗേഷ്യസ് ആണ്, കാരണം അതൊക്കെ പോവും. ഇത് ഗേഷ്യസ് ആണ്, ഇത് ചിലപ്പോൾ ഗേഷ്യസ് ആവുമ്പോൾ ചിലപ്പോൾ ലിക്വിഡ് ആവും. ആൽക്കെയിൻ ഉണ്ടാകുന്ന ആൽക്കെയിൻ ഇതേനാണെങ്കിൽ ലിക്വിഡ് ആയിരിക്കും, പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ വരെ ചിലപ്പോൾ ലിക്വിഡ് ആയിരിക്കും. എക്സൈൻ ഒക്കെ നമ്മൾ ഈഥേനില് എന്താണ് ഗ്യാസാണ്, മീഥേൻ ഗ്യാസാണ്, ഈഥേൻ ഗ്യാസാണ്. മീഥേൻ ഉണ്ടാവില്ല, ഈഥേൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്ടാവും പിന്നെ ബ്യൂട്ടൈൻ ഉണ്ടാവാം. ബ്യൂട്ടൈനും അത് ഗ്യാസാണ്, ഹെക്സൈൻ ആവും അത് ലിക്വിഡ് ആയി. എന്തായാലും ശരി, ദാറ്റ് ഈസ് ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് ലിബറേറ്റഡ് അറ്റ് ദി കാത്തോഡ്. NaOH ഓൾസോ ഈസ് ലിബറേറ്റഡ് അറ്റ് ദി കാത്തോഡ്. നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ പകരം വൃത്തിയിൽ ഇക്വേഷൻ ആയിട്ട് കാണിക്കുക, കുറച്ചുകൂടി സിമ്പിൾ ആണ്. കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. RCOO മൈനസ് എന്നുള്ള കാർബോക്സിലേറ്റ് അയോൺ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് RCOO ഡോട്ട്, അതായത് ഒരു ഫ്രീ റാഡിക്കലായി മാറി. ദിസ് ഈസ് എ കാർബോക്സിലേറ്റ് അയോൺ, ദിസ് ഈസ് ദ ഇറ്റ് ലൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് and get converted into alkyl free radical, and two alkyl free radicals combine to form the product alkane. നോട്ട് ചെയ്തോ? പരീക്ഷ പേപ്പർ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? റൈറ്റ് ഡൗൺ ലൈക്ക് ദിസ്. RCOONA will ionize into RCOO minus and Na plus. Then write down at the anode. Anode ആരാ ചെല്ലോ? ആനോഡിലേക്ക് ചെയ്യുന്നത് നമുക്ക് ആനോഡ് ആനയോൺ, കാത്തോഡ് കാറ്റയോൺ. അപ്പൊ ആനോഡിലേക്ക് പോകുന്ന ആനയോൺ ആണ്, ഇവിടുത്തെ ആനയോൺ ഇതാണ്. സോ അറ്റ് ദി ആനോഡ് RCOO minus will convert it into
ആർ സി ഒ ഒ അങ്ങനെയാണ് മൈനസ് 1 electron. RCO minus will lose 1 electron and convert it into RCO free radical. That is RCO free radical. കുറച്ച് വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ RCO ഫ്രീ റാഡിക്കൽ ഇതെന്ത് കാണിക്കുക ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഇവിടുത്തെ ഈ ഇലക്ട്രോണും ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കും ഗിവിങ് അപ്പം എന്തായി ഇത് ആർ ഫ്രീ റാഡിക്കലായി ഇതെന്തായി പ്ലസ് carbon dioxide. The carbon dioxide is evolved at the anode. R free radical എന്ത് ചെയ്യും R free radical will combine with another R free radical. ഇങ്ങനെ വേറെ R free radical ചേർത്തിട്ട് എന്തുണ്ടാവും R കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുക ഇതിനാ മെക്കാനിസം ഇതിൽ കൂടുതൽ മെക്കാനിസം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. At the cathode what happens at the cathode? You can see എന്താണ് Na പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ഇവിടെ മൈനസ് ഇലക്ട്രോൺ ആണ് ബിക്കോസ് ഓക്സിഡേഷൻ ഇവിടെ പ്ലസ് ഇലക്ട്രോൺ ആണ് റിഡക്റ്റഡ് ഗിവ് Na ആൻഡ് Na പ്ലസ് H2O ഗിവിംഗ് വെരി സിമ്പിൾ NaOH 2Na plus H2O giving 2NaOH plus 2Na plus 2H2O giving 2NaOH plus H2. This is also evolved. So hydrogen is evolved at the cathode, carbon dioxide is evolved at the anode. Alkane is produced at the anode and sodium hydroxide is liberated at the cathode. Okay. So that is the mechanism of a cold-based electrolytic reaction in which a concentrated aqueous solution of the sodium salt of carboxylic acid is subjected to electrolysis to produce an alkane. So what is the product formed on the electrolysis of a sodium salt of propanoic acid? ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം propanoic acid മീഥൈൽ പ്രൊപ്പൈൻ 3 ഹൈഡ്രജൻ ഉണ്ട് മൂന്ന് കാർബൺ ഉണ്ട്. ഈ 3 കാർബണിന്റെ ഇരട്ടിയായ 6 കാർബണിൽ നിന്ന് 2 കാർബൺ കുറക്കുക 4 കാർബൺ വരുന്ന ആൽക്കൈൻ ആരാണ്? ദാറ്റ് ഈസ് ബ്യൂട്ടൈൻ. So the alkane formed on the electrolysis of sodium salt of propanoic acid is a butane. Okay? ശ്രദ്ധിക്കുക. That is cold-based electrolytic method. പിന്നെ അടുത്തൊരു റിയാക്ഷൻ പറഞ്ഞിരിക്കുന്നത് എസ്റ്ററിഫിക്കേഷൻ ആണ്. നമുക്കറിയാം എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് ദി എസ്റ്റർ. എ കാർബോക്സിലിക് ആസിഡ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റർ ഇസ് ദ കോമൺ ഫോംഡ് ബിറ്റ്വീൻ എ കാർബോക്സിലിക് ആസിഡ് ആൻഡ് എ ആൽക്കഹോൾ. ജനറൽ റിയാക്ഷൻ ഈസ് നമ്മളിപ്പോൾ പറയുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ റിയാക്ഷനെ പറ്റിയാണ്. മറന്നു വരുന്നത് RCOH plus R-OH will give RCOO R- plus H2O. You see that? This OH and this H will combine to form water and RCOOR dash. This is the ester. So this reaction is known as esterification, and you can see that this esterification is catalyzed by the presence of a strong acid like sulfuric acid. Sulfuric acid in a few drops of sulfuric acid catalyzes the reaction, and the acid catalyzes the esterification. The reaction is esterification. Esterification means a formation of the ester. That's all. Esterification. So we can see that esterification is the conversion of a carboxylic acid into an ester by reaction with an alcohol. ആൽക്കഹോളിനെ എസ്റ്റർ ആക്കുന്നതിനോ ആൽക്കഹോളിനെ എസ്റ്റർ ആക്കുക എന്താ? അതിനോട് ആസിഡ് ചേർക്കുക. ആസിഡ് എസ്റ്റർ അതിനോട് ആൽക്കഹോൾ ചേർക്കുക. രണ്ടായിരിക്കും എന്ന് പറയുന്ന പേര് esterification ആണ്. And if it is catalyzed by an acid, this acid catalyzed reaction is usually called a Fischer esterification. അങ്ങനെ ഒരു പേരുണ്ട്, FISCHER. Fischer esterification. That is അതെങ്ങനെ നമ്മൾ ഇതേപോലെയാണ് RCOOH plus
R dash OH. In the presence of an acid like sulfuric. The sulfuric acid is concentrate H2SO4. What is RCOO. A few drops of the acid is sufficient. Acid is one of the catalyst. Acid catalyst reaction Fischer esterification. We syllabus Fischer esterification. Our esterification mechanism. മനസ്സിലായില്ല അതും സിലബസിൽ സിലബസ് എടുത്ത് നോക്കണം. മെക്കാനിസം എക്സ്പെക്റ്റഡ് എന്ന് ബ്രാക്കറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിസം പരീക്ഷ ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. എല്ലാത്ത ചോദിക്കില്ല. മനസ്സിലായില്ലേ? പല റിയാക്ഷനും എല്ലാ റിയാക്ഷനും മെക്കാനിസം കാണും. പക്ഷെ എല്ലാം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പഠിച്ചത് നല്ലതാണ്. ഇഫ് യു ആർ റെഡി ടു സ്റ്റഡി ദാറ്റ്സ് ഗുഡ്. പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് സിലബസിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. മെക്കാനിസം എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. മറ്റു ചോദിക്കാനുള്ള സാധ്യത ഇല്ല. പരീക്ഷ ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വന്നാൽ course it is good to study the mechanism of any reaction, but as per the examination point of view you can say that you have to study the reactions, the mechanism of those reactions whose mechanism as mechanism is indicated in the syllabus പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞിട്ടുണ്ട് കോൾഡ് റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട് മെക്കാനിസം എക്സ്പെക്റ്റഡ് എന്ന്, ഇതിനും പറഞ്ഞിട്ടുണ്ട് മെക്കാനിസം എക്സ്പെക്റ്റഡ് എന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിനെ മെക്കാനിസം പഠിക്കണം. That is the reaction of carboxylic acid with alcohol in the presence of a acid. അപ്പോൾ അതിന്റെ മെക്കാനിസം നമുക്ക് നോക്കാം. കുറച്ചുകൂടി വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ സ്റ്റാർട്ടിങ് പോകുമ്പോൾ കാർബോക്സിലിക് ആസിഡ് അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി വിശദമായിട്ട് എഴുതേണ്ടി വരും. RCOOH അല്ലേ? RCOOH ഇങ്ങനെ ഉണ്ടാവും. The first step involves the attack by a proton or protonation. ഇതിനെ protonation എന്ന് പറയും. H+. ഇതെടുന്ന വരുന്നത് നമ്മുടെ കാറ്റലിസിൽ വരുന്നതാണ് അല്ലേ? കാറ്റലിസിസ് is an acid, so and you can see that the reaction involves the attack of the H+. Here H+ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് that pair of electron between carbon and oxygen is shifted to between oxygen and hydrogen, and the product will be RCOH. Okay, you know, with a positive charge here, or it can be written as a RCOH plus. ഇങ്ങനെ ഇതൊരു കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പോവാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം. ശ്രദ്ധിക്കാം, RCO ഇതിനോട് ലോൺ പെയർ ഉണ്ട് OH. ഒരു പ്രോട്ടോൺ ചേരണം. ഇവിടെ ചുമ്മാ ഈ പ്രോട്ടോൺ വന്നിട്ട് ഈ ലോൺ പെയർ ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചാൽ മതി. അപ്പൊ എന്താണ് RC ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് വേണമെങ്കിൽ ശ്രദ്ധിക്കാം, ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് വരക്കാം. ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. യു ക്യാൻ സീ ദാറ്റ് RCOH ഇവിടെ നേരത്തെ സ്ട്രക്ചർ വരക്കാം. അല്ലെങ്കിലോ വേറെ സ്ട്രക്ചർ വരക്കാം, RCOH. പോസിറ്റീവ് ചാർജ് ഹിയർ ആൻഡ് OH ഇങ്ങനെ വരാം. പോസിറ്റീവ് ചാർജ് ഇപ്പം ഇവിടെ ആവാം, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇപ്പം കാർബൺ നമ്മളാണ്, ഇവിടെ ആവാം, ഇവിടെ ആവാം. So we can see that the proton in the species of the carboxylic acid is stabilized by resonance. Yeah. This is the protonated species. This is formed by the addition of a proton to the carboxylic group. ശരിക്കും പറഞ്ഞാൽ ഈ കാർബോക്സിലിക് ആസിഡ് അതിന്റെ എന്തായി മാറി, കോൺജുഗേറ്റ് ആസിഡ് ആയി മാറി. ഒരു എച്ച് കൂടി ചേർത്ത്, കോൺജുഗേറ്റ് ബേസ് അല്ല, കോൺജുഗേറ്റ്. കാരണം എന്താണ്, H+ ചേരുമ്പോൾ കോൺജുഗേറ്റ്, H+ പോകുമ്പോൾ കോൺജുഗേറ്റ് ബേസ് ആവും, H+ ചേരുമ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ആയി മാറും. ആൻഡ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി കാർബോക്സിലിക് ആസിഡ് is stabilized by resonance. Okay, so you
you can see that this carbon atom now becomes a electron deficient. See plus ഇവിടെ കാണുന്നു, ഇവിടെ ഒരു ചെറിയ ഇലക്ട്രോണിന്റെ കുറവുണ്ട്. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻ അവിടെ എന്ത് ചെയ്യും? That is actually an electron deficient center which can be attacked by a nucleophile. ഇവിടെ nucleophile ആരാണ്? ഇവിടുത്തെ nucleophile നമ്മുടെ ആൽക്കഹോൾ ആണ്. ROH, ഇതാണ് R-OH. ഈ R-OH ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഈ R-OH എന്ത് ചെയ്യും? ഈ R-OH making use of this electron, this can act as a nucleophile, a species which seeks a positive center, that is carbon. ഈ കാർബണിനോട് അറ്റാക്ക് ചെയ്യും. കാർബൺ അറ്റാക്ക് ചെയ്ത് എന്തായി മാറും? So we can see that yes is converted into ഇത് വേണ്ട RCOH R- ഇങ്ങനെ മാറും. See, രണ്ട് OH OH ഇവിടെ ഉണ്ട്, OH ഇവിടെ ഉണ്ട്. See that OH ഇവിടെ ഉണ്ട്. ഈ R-OH എന്ന് പറഞ്ഞ സാധനം ഇത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. And you can see that now the positive charge comes to this oxygen. Okay, മനസ്സിലാകുന്നുണ്ടോ? ഈ പോസിറ്റീവ് ചാർജ് ഈ ഓക്സിജനിൽ എത്തിപ്പെടും. ഇങ്ങനെയായി മാറും. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ കാർബോക്സിലിക് ആസിഡിന്റെ കോഞ്ചുഗേറ്റ് ആസിഡ് when that the carbon atom is electron deficient and that can be attacked by a nucleophile. Here the nucleophile is a R-OH, that is alcohol, making use of the lone pair of electron on the OH group or oxygen atom. You can see that it attacks this carbon which is electron deficient and it gets converted into this product. ഇങ്ങനെയായി മാറും. അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇതാ, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ പ്രോട്ടോൺ ഒഴിവായി പോകും. So you can see that it is converted into RCOH. മാറി OR-. ശ്രദ്ധിക്കുന്നില്ല? OR-. And now this proton, what happens? This proton, ഈ ഇവിടുന്ന് പ്രോട്ടോൺ എന്ത് ചെയ്യും? That gets attached here by making use of this or this ഏതാണ് കുഴപ്പമില്ല, this electron ഇതിങ്ങനെ അപ്പൊ എന്തായി മാറി? ശ്രദ്ധിക്കുക, RC. ഇതൊക്കെ നമ്മൾ എഴുതുന്നത് മേലെ നോക്കി താഴോട്ട് എഴുതിയാൽ മതി. ഇത് ശ്രദ്ധിക്കുക, ഈ വാട്ടർ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെന്തായി? H2O, വാട്ടർ. ഈ പോസിറ്റീവ് ചാർജ് പോകും, ഇവിടുന്ന് ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് പോയി, ഇതെന്തായി മാറി? ദിസ് വാട്ടർ ആയി മാറി. ആ വാട്ടർ പോയി, മൈനസ് H2O പോയി, ബാക്കി എന്താണ്? RCOH OR-. ഇങ്ങനെയായി മാറി. OR-. സ്ഥലമില്ലാത്തോണ്ട് ഇങ്ങനെ ഇത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ചെന്നണ്ടേ? ഇതിന്റെ മുകളിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. കാരണം എന്താണ്? ഈ ഇലക്ട്രോൺ അങ്ങോട്ടും ഇവിടെ പോസിറ്റീവ് ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ പേർ ഇങ്ങോട്ട് പോകും. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ചാർജ് വഴി ഇതിന്റെ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ എന്തായി? RCOOR-. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് എസ്റ്റർ RCOOR- പ്ലസ് H+. ഇപ്പൊ എന്താണ്? ഈ തുടക്കത്തിൽ H+ അവിടെ കയറി പോകുന്നുണ്ട്, അവസാനം H+ പുറത്തേക്ക് പോകും. പിന്നെ H+ കൊണ്ട് മൊത്തത്തിൽ അവിടെ ഉപയോഗമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അതേപോലെ പുറത്തേക്ക് പോകാൻ ചെയ്യുന്നത്. പിന്നെ പോകുന്നത് എന്താണ്? പുറത്തേക്ക് പോകുന്ന വാട്ടർ മാത്രം. ഈ സ്റ്റെപ്പിൽ വാട്ടർ അവിടെ നമുക്കറിയാം. നെറ്റ് റിയാക്ഷൻ എന്താണ്? നെറ്റ് റിയാക്ഷൻ ശ്രദ്ധിക്കുക, RCOOH plus R-OH will give RCOOR-, that is ester plus H2O. ഈ H2O ഇവിടെയുണ്ട്, ഈ H2O ഇവിടെയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? RCOOR- എന്നുള്ള എസ്റ്റർ അവസാനം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പുറത്തേക്ക് പോകുന്ന H+ വരുന്ന അകത്തേക്ക് തുടക്കത്തിൽ H+ ഉപയോഗിക്കുന്നുണ്ട്, അവസാനം H+ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അറ്റ് ദി ബിഗിനിങ് one H+ is taken by this reaction and at the end that H+, that is H+ has only catalytic effect. The concentration of H+ does not change after the reaction.
എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ യാതൊരു മാറും. കാരണം എന്താണ്, അത് തുടക്കത്തിൽ ഒന്ന് അതിലേക്ക് കയറി പോകുന്നു, അവസാനം ഇറങ്ങി പോകുന്നു. അവിടെ പോയി എന്തെങ്കിലും റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതാണ് നമുക്ക് എന്താ പറഞ്ഞത്, അതിന് നമ്മൾ എന്താ പറയാ, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ കാറ്റലിസ്റ്റ് is a H plus proton. That's why this reaction is catalyzed by acid. സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള ഒരു ആസിഡ് ആണ് ഇതിനെ കാറ്റലൈസ് ചെയ്യുന്നത്. കാറ്റലൈസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ H plus ആണ്. ഇവിടെ മെത്തേഡ് സെയിം മാറിയ H plus is used at the beginning and H plus is released at the end. തുടക്കത്തിൽ H plus റിയാക്ഷനിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അവസാനം ആ റിയാക്ഷന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ മെക്കാനിസം നമ്മൾ എഴുതി പഠിക്കുക പറ്റില്ല. അപ്പോൾ RCOH ആദ്യം എന്തായി, അതിന്റെ കോൺജുഗേറ്റ് ആസിഡായി മാറും by the addition of, and that is stabilized by resonance. And the carbon atom becomes electron deficient where the alcohol attack, ആൽക്കഹോളിന്റെ OH പോലെയുള്ള ആ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് that attacks the nucleophilic center. മനസ്സിലായില്ലേ? electrophilic center. This is a nucleophile. This is a electrophile. അല്ലേ? ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, അത് ഇലക്ട്രോൺ സീക്കിംഗ് ആണ്. ആ ഇലക്ട്രോൺ എവിടെ കിട്ടുക, ഈ OH മുകളിൽ ഈ Oന്റെ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അത് ബോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അടുത്തെത്തി, പിന്നെ അവസാനം ഒരു പ്രോട്ടോൺ കൂടി വിട്ട് കഴിഞ്ഞാൽ എന്തായി, അത് നമ്മുടെ എസ്റ്ററായി മാറി. ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ഫിഷർ എസ്റ്ററിഫിക്കേഷൻ. That's a reaction in which a carboxylic acid reacts with an alcohol in the presence of an acid catalyst to produce an ester. Okay? So mechanism that is the mechanism of Fischer esterification. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് പ്രോട്ടോൺ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായാലും കോൺജുഗേറ്റ് ആസിഡായി മാറും. ദാറ്റ് ഈസ് stabilized by resonance and the carbon atom is electron deficient center where the oxygen of the alcohol attacks. This acts as a nucleophile and thus a nucleophilic attack by the alcohol group onto this carbon atom. അപ്പോൾ ഓക്സിജൻ അവിടെ ചേർന്ന്, അപ്പോൾ ആൽക്കഹോൾ അവിടെ ചേർന്ന് കഴിഞ്ഞ് അതിനുശേഷം ഒരു H പ്ലസ് പുറത്തേക്ക് പോകുന്നു. ആ H പ്ലസ് ഇവിടെ പോയിട്ട് OH, ഏതെങ്കിലും ഒരു OH, ഇവിടെ 2 OH ഉണ്ട്, ഏതെങ്കിലും കണക്കിനാണ് ഒരു OH അറ്റാക്ക് ചെയ്യുക, വാട്ടറായി പോകുന്നു. ഇപ്പം എന്തായി, അവിടെ OR- വന്ന് OH പോയി, പിന്നെ ഒരു H മാത്രമേ അവസാനം ആ H റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി പ്രോഡക്റ്റ്. ഇത് ഒരു ലൈനായിട്ട് കഴിഞ്ഞ ആവശ്യം ഇതുപോലെ എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫിഷർ എസ്റ്ററിഫിക്കേഷൻ. ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, എക്സ്പ്ലെയിൻ ഫിഷർ എസ്റ്ററിഫിക്കേഷൻ വിത്ത് ദി മെക്കാനിസം ഇൻവോൾവ്. ഇപ്പോൾ ഫിഷർ എസ്റ്ററിഫിക്കേഷൻ പറയാം, അതിന്റെ മെക്കാനിസം പറയാം. ഓക്കെ, and you can see that Fischer esterification reaction is given by not all alcohols, only by primary alcohols very easily, secondary alcohols with some difficulty, and tertiary alcohol will not be. Tertiary alcohol വരുമ്പോൾ but you will be primary, secondary, tertiary alcohol എന്ന് പറയാൻ മനസ്സിലാവുന്നില്ലല്ലോ. A primary alcohol, CH3, CH2, CH2 OH is a primary alcohol. CH3, CH, OH, CH3, that's a secondary alcohol. CH3, C, CH3, CH3, OH. So that is a tertiary alcohol or ROH. It's a primary alcohol. R, CHOH, R dash is a secondary alcohol. R, C, R dash, R2 dash, OH is a tertiary alcohol. ഇവിടെ R dash നോക്കെ എഴുതാം. ഇവിടെ R മാത്രം എഴുതിയാൽ മതി. ഇവിടെ R-ഉം R dash-ഉം, ഇവിടെ R-ഉം R dash-ഉം R2 dash-ഉം 3 ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ കാർബണിന്റെ മുകളിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം വരും. അപ്പോൾ എന്നാ ബാക്കി 2 H ആയിരിക്കും. OH is a primary alcohol. 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരും. C, ഒരു H മാത്രം ഉണ്ടായിരിക്കും. This is a primary alcohol. This is a secondary alcohol. ഈ കാർബണിന്റെ മുകളിൽ 3 ആൽക്കൈൽ, R, R dash, ഇതൊക്കെ ഒന്നാവാൻ വ്യത്യസ്തമാവും, നമുക്കറിയാം. OH. This is a tertiary alcohol. ഈ പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ എസ്റ്ററിഫിക്കേഷൻ. ടെർഷ്യറി ആൽക്കഹോൾ എത്തുമ്പോൾ ആസിഡ് ചേർക്കുമ്പോൾ എസ്റ്ററിഫിക്കേഷന് പകരം എന്താ തരുക, ഒളിഫീനാ തരുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ടെർഷ്യറി ആൽക്കഹോൾസ് ഇൻ ദി പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ് അണ്ടർഗോസ് ഡീഹൈഡ്രേഷൻ. ഇവിടെ OH കൂടി ചേർന്ന് ഒരു H കൂടി ചേർന്ന് വാട്ടറായിട്ട് പോയിട്ട് അത് അവസാനം ഒളിഫീനായിട്ട് മാറുകയുള്ളൂ. എന്ത് കിട്ടൂല? എസ്റ്റർ കിട്ടൂല. ആസിഡ് ആണെങ്കിൽ ആസിഡ് പറയുന്നത് അലിഫാറ്റിക് ആസിഡ് ആൻഡ് അരോമാറ്റിക് ആസിഡ് ആണ് ശരി. that will give the corresponding ester with the alcohols. But alcohol should be either primary or secondary. If a tertiary alcohol is used, you instead of get a
എന്താ കിട്ടുക? Instead of getting a ester, you will get an olefin by the dehydration of the alcohol. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോൾ ചേർന്നിട്ടാണ് എസ്റ്റർ ഉണ്ടാകുന്നത്. കാർബോക്സിലിക് ആസിഡ് അലിഫാറ്റിക് ആയാലും അരോമാറ്റിക് ആയാലും മിക്കവാറും വളരെ ബുദ്ധിമുട്ടില്ലാതെ അധികം സ്റ്റെറിക്കലി ഹിൻഡഡ് ആസിഡ് അല്ലെങ്കിൽ ഒക്കെ എന്ത് തരും? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ തരും. പക്ഷെ ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോളോ സെക്കൻഡറി ആൽക്കഹോളോ ആയിരിക്കണം. ടെർഷ്യറി ആൽക്കഹോളോ ആണെങ്കിൽ എസ്റ്ററിഫിക്കേഷൻ എസ്റ്ററിന് പകരം കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒളിഫിൻ ഫോംഡ് ബൈ ദ ഡീഹൈഡ്രേഷൻ ഓഫ് ദി ആൽക്കഹോൾ. ഓക്കെ, അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഡീഹൈഡ്രേഷൻ ഓഫ് ദി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നിർത്തണ്ട. ഇവിടുന്ന് OH ഇവിടുന്ന് എച്ചും പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? CH3 ഇവിടെ OH പോയി ഇവിടെ എച്ച് പോയി, ഡബിൾ ബോണ്ട് CH2. ഇങ്ങനത്തെ ഒരു ഒളിഫീനാണ് കിട്ടുക. ടെർഷ്യറി ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തിന്? എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് ഫിഷർ എസ്റ്ററിഫിക്കേഷൻ. റിയാക്ഷൻ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്തൊക്കെയായിരുന്നു? ഡീകാർബോസിലേഷൻ, പിന്നെ HBZ റിയാക്ഷൻ, കോൾബേസ് ഇലക്ട്രോളിസിസ് ആൻഡ് ദിസ് വൺ ദാറ്റ് ഈസ് ഫിഷർ എസ്റ്ററിഫിക്കേഷൻ. ഇത്തരം റിയാക്ഷൻ പ്രധാനമായിട്ട് കാർബോക്സിലിക് ആസിഡ് ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. ഇവിടെ റിഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സിലബസ് അങ്ങനെ പ്രത്യേക റിഡക്ഷനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും അവ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ് can be reduced with lithium aluminum hydride into a primary alcohol. നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. You can see the formula of a carboxylic acid is RCOOH. And there are many compounds in which the OH group of the carboxylic acid is substituted by other groups like Cl, NH2, alkoxide group or OCO. There are many compounds in which the OH part of the carboxyl group is substituted or replaced by Cl. RCOCl. ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ NH2 RCONH, അല്ലെങ്കിലോ OR. നമ്മളിപ്പോൾ കണ്ട സാധനം തന്നെയാണ് അത്, എസ്റ്റർ. അത് RCOOR. പിന്നെയോ ഇത് RCOOCOR, അസെറ്റോക്സി ഗ്രൂപ്പ് എന്ന് പറയും. This is a hydrogen amino group, alkoxide group, acetoxy group. And you can see that in this 4 class 4 ടൈപ്പ് കോമ്പൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും ഈ ഭാഗം കാർബോക്സിലിക് ആസിഡിന്റെ ഈ ഭാഗം അവിടെ തന്നെയുണ്ട്, RCO. ഈ OHന്റെ സ്ഥാനത്ത് Cl വരുന്നത്, OHന്റെ സ്ഥാനത്ത് OR വരുന്നത്, OHന്റെ സ്ഥാനത്ത് NH2 വരുന്നത്, OHന്റെ സ്ഥാനത്ത് OCO ഗ്രൂപ്പ് വരുന്നു. ഈ ടൈപ്പ് കോമ്പൗണ്ട് ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് ദ ഫങ്ഷണൽ ഡെറിവേറ്റീവ്സ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. Functional derivatives of a carboxylic acid. And you can see this compound is called a, നമുക്ക് ഇതൊക്കെ നമുക്ക് അറിയുന്ന നമ്മൾ പഠിച്ചാണ്, ആസിഡ് ക്ലോറൈഡ്സ് എന്ന് പറയും. ക്ലോറൈഡ്സ് ഇതിനെ എന്താണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ട സാധനം തന്നെയാണ്. ഇത് എസ്റ്റേഴ്സ് എന്ന് പറയും. ഇതിന് എന്താ പറയാ, അമൈഡ്സ് എന്ന് പറയും. ഇതിനെ anhydrides. These four class of compounds are collectively called the functional derivatives of carboxylic acid. So the functional derivatives of carboxylic acids are 1 then acid chlorides, 2 esters, 3 acid amides or simply amides, and 4 acid anhydrides. Acid anhydrides, acid chlorides, esters and amides. These 4 classes of compounds are together called a functional derivatives of a carboxylic acid.
കാർബോക്സിലിക് ആസിഡിന്റെ അതിന് വെറുതെ ഡെറിവേറ്റീവ്സ് കാർബോക്സിലിക്